ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. ഭരണഘടനാ ദിനത്തോടനുബന്ധിച്ച് നാടെങ്ങും വിപുലമായ ആഘോഷ പരിപാടികൾ. രാജ്യത്തിന്റെ വർത്തമാനകാലത്തേക്കും ഭാവിയിലേക്കുമുള്ള മാർഗ്ഗരേഖയാണ് ഭരണഘടനയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്ത് സാമൂഹ്യനീതിയും സമഗ്ര വികസനവും ഇന്ത്യൻ ഭരണഘടന ഉറപ്പുവരുത്തുന്നതായി രാഷ്ട്രപതി ദ്രൌപദി മുർമു. എഡിഎം നവീൻ ബാബുവിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം ഹൈക്കോടതിയിൽ ഹർജി നൽകി. വയനാട്ടിൽ പൊളിച്ചുമാറ്റിയ ആദിവാസി കുടിലുകൾക്ക് പകരം പുതിയ കുടിലുകൾ കെട്ടി വനംവകുപ്പ്. സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. രാജ്യത്തിന്റെ വർത്തമാനകാലത്തേക്കും ഭാവിയിലേക്കുമുള്ള മാർഗ്ഗരേഖയാണ് ഭരണഘടനയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭരണഘടനാ ദിനാചരണത്തോടനുബന്ധിച്ച് സുപ്രീംകോടതിയിൽ നടന്ന പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ജനങ്ങൾക്ക് നിയമപരിഷ്കരണത്തിലൂടെ അതിവേഗ നീതി ഉറപ്പുവരുത്താൻ കേന്ദ്ര സർക്കാർ നടപടി സ്വീകരിച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു. വികസിത ഇന്ത്യ നിർമ്മിക്കുക എന്നതാണ് ഇന്ത്യൻ ജനതയുടെ ഏറ്റവും വലിയ ലക്ഷ്യമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. हमारे संविधान निर्माता ये जानते थे कि भारत की आकांक्षाएं, भारत के सपने समय के साथ नई ऊंचाई पर पहुंचेंगे. वो जानते थे कि आजाद भारत की और भारत के नागरिकों की जरूरतें बदलेगी, चुनौतियां बदलेगी. इसलिए उन्होंने हमारे संविधान को महज कानून की एक किताब बनाकर नहीं छोड़ा, बल्कि इसको एक जीवंत, निरंतर प्रवाहमान धारा बनाया. ഇന്ത്യൻ ജുഡീഷ്യറിയുടെ 2023-24 വാർഷിക റിപ്പോർട്ടും പ്രധാനമന്ത്രി ചടങ്ങിൽ പ്രകാശനം ചെയ്തു. കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ, ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന, സുപ്രീംകോടതിയിലെ മറ്റ് ജഡ്ജിമാർ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായി. രാജ്യത്ത് സാമൂഹ്യനീതിയും സമഗ്ര വികസനവും ഇന്ത്യൻ ഭരണഘടന ഉറപ്പുവരുത്തുന്നതായി രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഭരണഘടനാ ദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിലെ സംവിധാൻ ഭവനിൽ നടന്ന ആഘോഷ ചടങ്ങിൽ പാർലമെന്റ് അംഗങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ സ്പീക്കർ ഓം ബിർല, കേന്ദ്രമന്ത്രിമാർ, പാർലമെന്റ് പ്രതിപക്ഷ നേതാക്കൾ തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായി. ഭരണഘടന അംഗീകരിച്ചതിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് ഒരു വർഷം നീളുന്ന ആഘോഷ പരിപാടികൾക്കാണ് ഇന്ന് തുടക്കമായത്. ഹമാര സംവിധാൻ ഹമാര സ്വാഭിമാൻ എന്ന പേരിൽ വിപുലമായ പ്രചാരണ പരിപാടികളാണ് ഇതോടനുബന്ധിച്ച് രാജ്യത്ത് സംഘടിപ്പിക്കുന്നത്. ഭരണഘടനാ ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തും വിപുലമായ പരിപാടികൾ നടന്നു. നെഹ്റു യുവകേന്ദ്രയുടെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരം കവടിയാറിൽ നിന്ന് നിയമസഭാ പരിസരത്തേക്ക് 500ഓളം യുവഭാരത് വളണ്ടിയർമാർ അണിനിരന്ന പദയാത്ര സംഘടിപ്പിച്ചു. നിയമസഭാ പരിസരത്ത് സംഘടിപ്പിച്ച പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സ്പീക്കർ എൻ ഷംസീർ ഭരണഘടനയുടെ ആമുഖം വായിച്ചു. നിയമസഭാ ലൈബ്രറിയിൽ സംഘടിപ്പിക്കുന്ന പുസ്തക പ്രദർശനത്തിന്റെ ഉദ്ഘാടനവും സ്പീക്കർ നിർവഹിച്ചു. ഈ മാസം 28 വരെയാണ് പ്രദർശനം. കണ്ണൂർ എഡിഎം ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് നവീൻ ബാബുവിന്റെ ഭാര്യ ഹൈക്കോടതിയിൽ ഹർജി നൽകി. പോലീസ് അന്വേഷണം തൃപ്തികരമല്ലെന്ന് കുടുംബം ഹർജിയിൽ ആരോപിക്കുന്നു. ആത്മഹത്യ എന്ന പോലീസ് നിഗമനം മുഖവിലയ്ക്കെടുക്കാൻ ആകില്ലെന്നും കൊലപാതകം ആണോ എന്ന സംശയമുണ്ടെന്നും ഹർജിയിൽ പറയുന്നുണ്ട്. യാത്രയയപ്പ് യോഗത്തിനുശേഷം നവീൻ ബാബുവിനെ കണ്ടത് ആരൊക്കെ എന്ന് അന്വേഷിക്കണം. ഇൻക്വസ്റ്റ് അടക്കമുള്ള തുടർ നടപടികളിൽ പോലീസിന് വീഴ്ചയുണ്ടായെന്നും ബന്ധുക്കൾ എത്തുന്നതിന് മുമ്പ് നടപടികൾ പൂർത്തിയാക്കിയെന്നും കുടുംബം ആരോപിക്കുന്നു. പ്രതിക്ക് കൃത്രിമ തെളിവ് ഉണ്ടാക്കാൻ അന്വേഷണ സംഘം സാഹചര്യമൊരുക്കുന്നതായും ഹർജിയിൽ ആരോപണമുണ്ട്. നെടുങ്കണ്ടത്ത് വിദ്യാർത്ഥിയെക്കൊണ്ട് ഛർദി വാരിപ്പിച്ചെന്ന പരാതിയിൽ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ മന്ത്രി വി ശിവൻകുട്ടി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. തിരുവനന്തപുരം നെയ്യാറ്റിൻകര ഗവൺമെന്റ് ബോയ്സ് സ്കൂളിൽ +2 വിദ്യാർത്ഥിയെ കൊടിമരത്തിൽ കയറ്റിച്ച സംഭവത്തിലും കാട്ടാക്കട പൂവച്ചൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ സംഘട്ടനത്തിൽ പ്രഥമ അധ്യാപികയ്ക്കും പിടിഎ പ്രസിഡന്റിനും മർദ്ദനമേറ്റ സംഭവത്തിലും റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ പേപ്പർ ബാലറ്റ് സമ്പ്രദായം പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള പൊതു താൽപര്യ ഹർജി സുപ്രീംകോടതി തള്ളി. ഹർജിക്കാരന്റെ വാദത്തിൽ കഴമ്പില്ലെന്ന് ജസ്റ്റിസുമാരായ വിക്രം നാഥ്, പി.ബി. വരാലെ എന്നിവർ നിരീക്ഷിച്ചു. തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ കൃത്രിമം കാണില്ല എന്നും തോൽക്കുമ്പോൾ മെഷീനിൽ കൈകടത്തൽ ഉണ്ടെന്നും പറയുന്നതിൽ എന്ത് ന്യായമാണുള്ളതെന്നും കോടതി ചോദിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. വയനാട് തിരുനെല്ലി കൊല്ലിമൂലയിൽ പൊളിച്ചു നീക്കിയ ആദിവാസി കുടിലുകൾക്ക് പകരമായി വനംവകുപ്പ് പുതിയ കുടിലുകൾ കെട്ടിത്തുടങ്ങി. വിഷയത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്. തിരുനെല്ലി ബേഗൂരിലെ ഗോത്രവിഭാഗങ്ങളുടെ കുടിലുകൾ പൊളിച്ചു നീക്കിയ സംഭവം വനം വകുപ്പ് താൽക്കാലിക താമസത്തിനുള്ള ഷെഡുകളുടെ നിർമ്മാണം ആരംഭിച്ചു. തോൽപ്പെട്ടി വന്യജീവി സങ്കേതത്തിന് കീഴിലെ ബേഗൂർ ഓഫീസ് സമീപത്ത് 2 ഷെഡുകൾ നിർമ്മിക്കുന്നത്. ഗോത്രവിഭാഗത്തിന് പതിച്ചു നൽകിയതും എന്നാൽ നിലവിൽ അവകാശികളില്ലാതുമായി കിടക്കുന്ന വാസയോഗ്യമായ സ്ഥലത്താണ് വനം വകുപ്പ് ഷെഡുകൾ നിർമ്മിച്ചു നൽകുന്നത്. എന്നാൽ കുടിലുകൾ പൊളിച്ച സംഭവത്തിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. മനുഷ്യാവകാശ കമ്മീഷനും സ്വമേധയാ കേസെടുത്തു. മാനന്തവാടി DFOയോടും ജില്ലാ കളക്ടറോടും 15 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാനും ആവശ്യപ്പെട്ടു. നാട്ടിക അപകടത്തിൽ മരണമടഞ്ഞവരുടെ സംസ്കാര ചടങ്ങുകൾ ഗോവിന്ദാപുരം ശ്മശാനത്തിൽ അല്പസമയത്തിനകം നടക്കും. ജില്ലാ കളക്ടർ അടക്കം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടി പൂർത്തിയാക്കി മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ സംസ്ഥാന സർക്കാർ ഒരുക്കിയിരുന്നു. ഇന്ന് പുലർച്ചെയാണ് തടി കയറ്റി വന്ന ലോറി ഉറങ്ങിക്കിടന്ന നാടോടികൾക്കിടയിലേക്ക് നിയന്ത്രണം വിട്ട് പാഞ്ഞുകയറി 2 കുട്ടികൾ ഉൾപ്പെടെ 5 പേർ മരിച്ചത്. പരിക്കേറ്റ 7 പേരിൽ 2 പേരുടെ നില ഗുരുതരമാണ്. കോഴിക്കോട് പന്തീരങ്കാവ് ഗാർഹിക അതിക്രമ കേസിൽ യുവതിയുടെ ഭർത്താവ് രാഹുലിനെ അറസ്റ്റ് ചെയ്തു. പന്തീരങ്കാവ് പോലീസാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വഖഫ് ബില്ലിനെ അനുകൂലിക്കാത്ത MPമാരുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. വഖഫ് ബോർഡ് അധിനിവേശ വിഷയത്തിൽ സമരം ശക്തമാക്കുമെന്നും അദ്ദേഹം കൊച്ചിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർഡ് വിഭജനത്തിൽ വ്യാപക ക്രമക്കേട് നടക്കുന്നതായും ശ്രീ K. സുരേന്ദ്രൻ ആരോപിച്ചു. ഈ മണ്ഡലകാലത്ത് പരമ്പരാഗത കാനനപാത വഴി ശബരിമല ദർശനത്തിനെത്തിയത് 6598 പേർ. പമ്പയിലേതുപോലെ സ്പോട്ട് ബുക്കിംഗ് സംവിധാനത്തിലൂടെയാണ് ഇവിടെയും തീർത്ഥാടകരെ കടത്തിവിടുന്നത്. കുടിവെള്ളവും അടിയന്തര സേവന സൌകര്യങ്ങളും പാതയിലുടനീളം ഒരുക്കിയിട്ടുണ്ട്. സത്രം, പുല്ലുമേട് വഴിയുള്ള തീർത്ഥാടകരുടെ യാത്രയ്ക്ക് വനം വകുപ്പാണ് സൌകര്യങ്ങൾ ഒരുക്കുന്നത്. ഗുരുവായൂർ ഏകാദശിയുടെ ഭാഗമായുള്ള ചെമ്പൈ സംഗീതോത്സവത്തിന് ഇന്ന് തുടക്കം. 15 ദിനരാത്രങ്ങളെ സംഗീത സാന്ദ്രമാക്കുന്ന ചെമ്പൈ സംഗീതോത്സവം ആരംഭിച്ചിട്ട് 50ാമത്തെ വർഷമാണിത്. രാവിലെ 6-ന് തുടങ്ങി രാത്രി 12 വരെ നീണ്ടുനിൽക്കുന്ന സംഗീതാർച്ചനകൾക്കും നാളെ തുടക്കമാകും. ഹജ്ജിന് ആദ്യഘട്ടത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട് രേഖകൾ സമർപ്പിച്ചവർ 2ാം ഗഡു തുകയായ 1,42,000 രൂപ അടുത്ത മാസം 16-നകം അടയ്ക്കണമെന്ന് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി അറിയിച്ചു. അടുത്ത വർഷത്തെ ഹജ്ജ് കർമ്മത്തിന് കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന അപേക്ഷിച്ച് വെയിറ്റിംഗ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ക്രമനമ്പർ 1 മുതൽ 1711 വരെയുള്ള അപേക്ഷകർക്ക് കൂടി അവസരം ലഭിച്ചതായും ഹജ്ജ് കമ്മിറ്റി അറിയിച്ചു. വെയിറ്റിംഗ് ലിസ്റ്റിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവർ ഡിസംബർ 16-ന് മുമ്പായി ആദ്യ ഗഡുവും 2ാം ഗഡുവും ഉൾപ്പെടെ 2,72,300 രൂപ അടയ്ക്കണമെന്നും അറിയിച്ചിട്ടുണ്ട്. അഖില ഭാരതീയ പൂർവ്വ സൈനിക സേവാ പരിഷത്ത് ഓൾ ഇന്ത്യ ജനറൽ ബോഡി യോഗം ഈ മാസം 29-ന് കണ്ണൂരിൽ ആരംഭിക്കും. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഈ മാസം 30-ന് യോഗത്തിൽ പങ്കെടുക്കും. കേന്ദ്രമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ രാജ്നാഥ് സിംഗ് ഡിസംബർ 1-ന് നടക്കുന്ന പരിപാടിയിൽ മുഖ്യാതിഥിയാകും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള തീരത്ത് വെള്ളിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ഭരണഘടനാ ദിനത്തോടനുബന്ധിച്ച് നാടെങ്ങും വിപുലമായ ആഘോഷ പരിപാടികൾ. രാജ്യത്തിന്റെ വർത്തമാനകാലത്തേക്കും ഭാവിയിലേക്കുമുള്ള മാർഗ്ഗരേഖയാണ് ഭരണഘടനയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്ത് സാമൂഹ്യനീതിയും സമഗ്ര വികസനവും ഇന്ത്യൻ ഭരണഘടന ഉറപ്പുവരുത്തുന്നതായി രാഷ്ട്രപതി ദ്രൌപദി മുർമു. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം ഹൈക്കോടതിയിൽ ഹർജി നൽകി. വയനാട്ടിൽ പൊളിച്ചുമാറ്റിയ ആദിവാസി കുടിലുകൾക്ക് പകരം പുതിയ കുടിലുകൾ കെട്ടി വനം വകുപ്പ്. സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.